الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വാ ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹിജ്റ പാഠവും പ്രചോദനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം സംസാരിച്ചിരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് നടത്തിയിട്ടുള്ള ആ ഹിജ്റയിൽ നിന്നുള്ള പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയും നമ്മുടെ ജീവിതവുമായി അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് സർവ തിന്മകളിൽ നിന്നും നന്മകളിലേക്ക്, അനാചാരങ്ങളിൽ നിന്ന് ആചാരങ്ങളിലേക്ക്, അധാർമികതകളിൽ നിന്ന് ധാർമ്മികതകളിലേക്ക്, അങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും നന്മകളിലേക്കുള്ള ഒരു ഹിജ്റ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കൊടുങ്കാറ്റ് പോലെയുള്ള പരീക്ഷണങ്ങൾ പ്രവാചകന്റെയും സ്വഹാബത്തിൻ്റെയും നേരെയുണ്ടായ സമയത്തും പർവ്വത സമാനം ആദർശരംഗത്ത് ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവരിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും മക്കയിൽ കഴിഞ്ഞുകൂടുക എന്നത് ഏറെ ദുഷ്കരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോടും അനുയായികളോടും
യസ്രിബിലേക്ക് പലായനം ചെയ്യുവാനുള്ള കൽപ്പന നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്രമാത്രമുള്ള തീവ്രമായ തീഷ്ണമായ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് അവരോരോരുത്തരും കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന ലഭിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരെ അത് അറിയിക്കുകയും അവർ ഒറ്റയും തെറ്റയുമായി ആരും കാണാതെയും അറിയാതെയും തങ്ങളുടെ സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം മണ്ണിൽ നിന്ന് അവർ പലായനം ചെയ്യുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയിട്ടില്ല. അവിടെ ഒരു ഗുണപാഠവും കൂടി നമുക്ക് ലഭിക്കുകയാണ്. ഒരു നേതാവ്, ഒരു ഭരണാധികാരി, ഒരു നേതൃത്വം നൽകുന്ന ആൾ എങ്ങനെയായിരിക്കണം എന്ന്. ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് തങ്ങളുടെ കാര്യം സുരക്ഷിതമാക്കിക്കൊണ്ട് രക്ഷപ്പെടുക എന്ന രീതിയാണ് പലപ്പോഴും നേതാക്കളായ ആളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. എന്തെങ്കിലും പരീക്ഷണങ്ങളോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് നേതാക്കളായ ആളുകൾ അതിൽ നിന്ന് ഒഴിവായിരിക്കും, അവർ സുരക്ഷിതരായിരിക്കും. എന്നാൽ പ്രവാചകൻ എന്ന നേതാവ് അവിടെ ലോകത്തിന് ഒരു മാതൃകയാവുകയാണ്. ഹിജറ പോകുവാനുള്ള കൽപ്പനയുണ്ടായിട്ടും പ്രവാചകൻ തൻ്റെ അനുചരന്മാരെയാണ് അതിന് അനുവദിക്കുന്നത്. അവരാണ് ആദ്യം ഹിജറ പോകുന്നത്. മക്കയിൽ അവശേഷിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവും ഹിജറ പോകുന്ന സമയത്ത് പിടികൂടുകയും ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള അല്പം ചില ആളുകളുമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെയും ഏകദേശം മക്കയിൽ നിന്ന് യസ്രിബിൽ എത്തിക്കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പലതവണ അനുവാദം ചോദിച്ചു. ഞാൻ ഹിജറ പോകട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഅജൽ ലഅല്ലല്ലാഹ അൻ യജ്അല ലക സ്വാഹിബ. അബൂബക്കർ, നീ ധൃതി കൂട്ടല്ലേ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടുകാരനെ നൽകിയേക്കാം. ഏതായാലും ഹിജറ പോകേണ്ടി വരും എന്നറിയാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ഒട്ടകങ്ങളെ വാങ്ങുകയും ദീർഘസഞ്ചാരത്തിന് അവയെ ഒരുക്കുകയും ചെയ്തു. അതിന് ഭക്ഷണവും വെള്ളവും ഉപ്പുമെല്ലാം നൽകിക്കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ആ ഒട്ടകങ്ങളെ അദ്ദേഹം ശരിപ്പെടുത്തി വെക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത്, നട്ടുച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സാധാരണഗതിയിൽ അറബികൾ നട്ടുച്ച സമയത്ത് യാത്ര ചെയ്യാറില്ല. അവർ വിശ്രമിക്കാറാണ് പതിവ്. പതിവിൽ നിന്ന് തെറ്റിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നട്ടുച്ചക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഫബൈന നഹ്നു ജുലൂസുൻ ഫീ ബൈത്തിനാ ഫീ നഹ്രിൽ ലഹീറ. ഉച്ച സമയത്ത് ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ആ വരവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിലയിരുത്തിയത്, വല്ല അത്യാവശ്യ കാര്യവും ഇല്ല എങ്കിൽ പ്രവാചകൻ ഈ സമയത്ത് വരില്ല. അദ്ദേഹം പറഞ്ഞത്,
ഫിദാഹു അബീ വ ഉമ്മി ഇൻ ജാഅ ബിഹി ഫി ഹാദിഹി സ്സാഅ ലിഅംരി. വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലാണ് പ്രവാചകൻ ഈ സമയത്ത് വരികയുള്ളൂ എന്നാണ്. പ്രവാചകൻ വീട്ടിലേക്ക് കയറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇവിടെ വീട്ടുകാരല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പുറത്തു പോകാൻ വേണ്ടി പറയണം. അവർ പറഞ്ഞു, ഇല്ല, ഇവിടെ വീട്ടുകാരായ ആളുകൾ മാത്രമേയുള്ളൂ. ഞാനുണ്ട്, എൻ്റെ മകളുണ്ട്, ആയിഷ ബീബിയുണ്ട്, ആയിഷ ബീബിയുടെ ജ്യേഷ്ഠത്തി അസ്മാ ബീബിയുണ്ട്. ആയിഷ ബീബിയുടെ ജ്യേഷ്ഠത്തിയാണെങ്കിലും മറ്റൊരു ഉമ്മയിലുള്ള മറ്റൊരു ഭാര്യയിൽ പിറന്ന കുട്ടിയാണ് അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹ. ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖേ, എനിക്ക് ഹിജ്റ പോകുവാനുള്ള ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജി, എനിക്ക് ഹിജ്റ പോകുവാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിച്ചു, അല്ല പ്രവാചകരെ, അങ്ങയോടൊപ്പം ആരാണ്? എനിക്ക് പോരാൻ പറ്റുമോ? എനിക്ക് അങ്ങയോടൊപ്പം പോരാൻ അനുവാദമുണ്ടോ? നബി പറഞ്ഞു, നഅം, അതെ, നിനക്ക് എൻ്റെ കൂടെ ഹിജ്റക്ക് എൻ്റെ കൂടെ പോരാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരു മനുഷ്യന് സന്തോഷം വരുന്ന സമയത്ത് കണ്ണുനീരുണ്ടാകും എന്നെനിക്ക് മനസ്സിലായത് ആ സമയത്താണ്. എൻ്റെ ഉപ്പയുടെ കണ്ണിൽ നിന്ന് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരുണ്ടാവുകയുണ്ടായി എന്ന് ആയിഷ ബീബി വിശദീകരിക്കുന്നു. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന് രാത്രി അവർ യാത്രക്കുള്ള പ്ലാൻ ചെയ്യുകയാണ്. ഈ യാത്രയിലെ ഹിജ്റയിലെ പ്രധാനപ്പെട്ട ഒരു രംഗവും അതാണ്. ഏതൊരു പരിപാടി ചെറുതാകട്ടെ വലുതാകട്ടെ അത് വിജയിക്കണമെങ്കിൽ പ്ലാനിങ്, ആസൂത്രണമില്ല എങ്കിൽ സാധിക്കുകയില്ല. വളരെ കൃത്യമായ ആസൂത്രണം ഏത് വിഷയത്തിലും ആവശ്യമാണ് എന്നത് ഹിജ്റയിലെ വലിയ ഒരു പാഠമാണ്. അത് നമ്മുടെ വീട്ടിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, കമ്മിറ്റിയിലാകട്ടെ, മറ്റേതൊരു പ്രവർത്തനങ്ങളിലാകട്ടെ എല്ലാം നമുക്ക് അറിയാവുന്നതുമാണ്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വരുന്നതാണ്, നമുക്ക് ഇന്ന് രാത്രി പുറപ്പെടണം. ഇതേ സമയത്ത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ വളരെ വലിയ ആശങ്കയിലും അങ്കലാപ്പിലുമാണ്. കാരണം ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെയും നാടുവിട്ടു പോയി. അവർ അവിടെ പോയി ശക്തിയാർജിക്കുകയും അങ്ങനെ തിരിച്ചു വന്ന് നമ്മെ ആക്രമിക്കുകയും ചെയ്താൽ അതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന ഗൗരവമായ ചിന്തയിലാണ് അവർ മുശ്രിക്കുകളായ ആളുകൾ. അവരൊരു യോഗം കൂടുകയാണ്. ദാറുൻ നദ്വ എന്ന് പറയുന്ന ഒരു ഹാളിലാണ് അവർ യോഗം കൂടുന്നത്. അവരുടെ പാർലമെന്റാണ് ദാറുൻ നദ്വ എന്ന് പറയുന്നത്. ആ നാട്ടിലെ പ്രമുഖരായ ആളുകളെ മുഴുവനും ആ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. പ്രധാനികളായ ആളുകൾ എല്ലാവരും അവിടെ ഒത്തുചേരുന്നുണ്ട്. എന്നാൽ ചില ആളുകളെ അതിലേക്ക് വിളിച്ചിട്ടില്ല. അത് പ്രവാചകന്റെ കുടുംബത്തെയാണ്. അബൂ ഹാഷിം കുടുംബത്തെ അതിലേക്ക് വിളിച്ചിട്ടില്ല. ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് അബൂ ലഹബ്. നബിയോട് കടുത്ത വൈരാഗ്യമുള്ള ആളായിരുന്നിട്ട് കൂടി ഈ യോഗത്തിൽ വെച്ചുകൊണ്ട് ക്രൂരമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും എന്നതിനാൽ അദ്ദേഹത്തെ പോലും ആ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു യോഗം അവരും ചേരുന്നത് അർദ്ധരാത്രിയിൽ വളരെയധികം മറ്റാളുകൾ ഒന്നും അറിയാത്ത രൂപത്തിലാണ്. അങ്ങനെ യോഗം ചേർന്നു. പല ആളുകളും പല അഭിപ്രായങ്ങൾ ചോദിച്ചു. ഒരൊറ്റ അജണ്ട മാത്രമേയുള്ളൂ. ആ അജണ്ട പ്രവാചകനെ എങ്ങനെ നശിപ്പിക്കാം, ഇല്ലാതെയാക്കാം എന്ന അജണ്ട മാത്രമാണ്. അവരിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞു, നമുക്ക് ആ പ്രവാചകനെ മുഹമ്മദിനെ ബന്ധനസ്ഥനാക്കാം, എന്നിട്ട് സൂര്യന്റെ പ്രകാശം കാണാത്ത രൂപത്തിൽ അവനെ ഏതെങ്കിലും ഇരുട്ടറകളിൽ നമുക്ക് തളച്ചിടാം. പക്ഷെ ചിലർ എതിർത്തു. ഇങ്ങനെ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ
അവന്റെ അനുയായികൾ അടങ്ങിയിരിക്കുകയില്ല. ജീവൻ നൽകിയും ആ മുഹമ്മദിനെ സംരക്ഷിക്കാൻ അവർ തയ്യാറാവും. ആ അഭിപ്രായം അവർ മുഖവിലക്കെടുത്തില്ല. രണ്ടാമത് പറഞ്ഞത് നമുക്ക് നാട് കടത്താം എന്നാണ്. ഏതെങ്കിലും വിദൂര സ്ഥലങ്ങളിലേക്ക് നാട് കടത്താം. ആ അഭിപ്രായം പറഞ്ഞപ്പോഴും ചില ആളുകൾ അതിനെ എതിർക്കുകയാണ്. കാരണം മുഹമ്മദ് നല്ല വാക്ക് ചാതുരിയുള്ളവനാണ്, നല്ല വ്യക്തിത്വമുള്ളവനാണ്. എവിടെ ചെന്നാലും അവനും അവന്റെ ആശയങ്ങളും പടർന്ന് പന്തലിക്കും. അതുകൊണ്ട് നാട് കടത്തിയിട്ടും കാര്യമില്ല. അവസാനം അവർ പറഞ്ഞ അഭിപ്രായം മുഹമ്മദിനെ കൊലപ്പെടുത്തുക എന്നതാണ്. ആ തീരുമാനത്തിൽ അവർ യോജിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകന്റെ അടുക്കൽ പറഞ്ഞയച്ചുകൊണ്ട് ഈ വിവരം അറിയിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അൻഫാലിൽ 30-ാമത്തെ വചനത്തിൽ പറയുന്നു, വഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക എന്ന് തുടങ്ങുന്ന ആ വചനത്തിൽ അവർ ഈ 3 തീരുമാനങ്ങൾ അവർ ചർച്ച ചെയ്യുകയും അവസാനം തന്നെ കൊലപ്പെടുത്തുക എന്ന ആ തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള ആ രംഗം. അവർ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ആ സംഭവത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ ആ തീരുമാനങ്ങൾ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനെ വധിക്കാൻ വേണ്ടി വീട് വളയുകയാണ്. എല്ലാ ഗോത്രത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ഒരു ഗോത്രത്തിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോയിട്ടില്ല. ചെറുപ്പക്കാരായ ധൈര്യശാലികളായ ആളുകളെ പ്രവാചകന്റെ വീട് വളയാൻ ഏൽപ്പിക്കുകയും പ്രവാചകൻ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും കൂടി ഒറ്റവെട്ടിന് കൊലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. എങ്കിൽ പ്രതികാരം ആരോട് ചോദിക്കണം എന്ന വിഷയം, ഇനി പ്രതികാരം ചോദിച്ചാൽ തന്നെ അവിടെ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഈ വിവരം അറിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി. നമുക്കറിയാവുന്ന ചരിത്രമാണ്. പക്ഷേ വളർന്നു വരുന്ന തലമുറകൾക്കൊന്നും കൃത്യമായി ഈ ചരിത്രങ്ങളൊന്നും അറിയില്ല. നമ്മളൊക്കെ തന്നെ നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന, ഭദ്രമായി സൂക്ഷിച്ചു വെക്കേണ്ടുന്ന, നമ്മുടെ വിശ്വാസത്തിന് എപ്പോഴും തെളിച്ചമുണ്ടാക്കേണ്ടുന്ന ചരിത്രങ്ങളാണ് ഇവയൊക്കെയും. അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തുകയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും അലി റളിയല്ലാഹു അൻഹു പാകവും പക്വതയും വന്നിട്ടുള്ള ഒരു ഒത്ത മനുഷ്യനായിട്ടുണ്ടാകുമെന്ന്. ഇല്ല, അലി റളിയല്ലാഹു അൻഹു വെറും 20 വയസ്സിൽ താഴെയുള്ള ഒരാൾ മാത്രമാണെന്ന്. വെറും 20 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ വിരിപ്പിൽ കിടത്തി നിർദ്ദേശങ്ങൾ നൽകി. അതോടുകൂടി അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു കിഴി കൊടുത്തു. ആ കിഴി പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ള, പലരും ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് വസ്തുക്കളായിരുന്നു. അത് ഇന്ന ആളുകൾക്കുള്ളതാണ്, ഇന്ന ആളുകൾക്ക് കൃത്യമായി അത് എത്തിച്ചു കൊടുക്കണം. ഇതെങ്ങാനും പ്രവാചകൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെയായിരുന്നു പ്രവാചകൻ ഹിജ്റ പോയിരുന്നത് എങ്കിൽ പ്രവാചകന്റെ ദൗത്യം ഒരിക്കലും വിജയിക്കുമായിരുന്നില്ല. കാരണം വഞ്ചകനാണ്, ചതിയനാണ്, തങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങിച്ച ധനവുമായിട്ടാണ് അവൻ കടന്നു കളഞ്ഞത് എന്ന ആരോപണമുണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പ്രവാചകൻ ഈ കിഴി ഏൽപ്പിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഹും ലാ യുബ്സിറൂൻ. അവർക്ക് ആ പ്രവാചകനെ കാണാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് മുമ്പിലും പിമ്പിലുമെല്ലാം ഒരു മറയുണ്ടായി തീർന്നു. അവിടെ കാവലിരിക്കുന്ന ആളുകൾക്കൊന്നും പ്രവാചകനെ കാണുവാൻ സാധിച്ചില്ല. പ്രവാചകൻ ആ ഇറങ്ങുന്ന സമയത്തൊരു പ്രാർത്ഥന, അതിന് മുമ്പേ ആ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ ഈ സന്നിഗ്ധ ഘട്ടത്തിലെല്ലാം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കും ആ പ്രാർത്ഥന വിഷമഘട്ടത്തിലും പ്രയാസ സന്ദർഭങ്ങളിലുമെല്ലാം പ്രാർത്ഥിക്കാം. സൂറത്തു ഇസ്രായിലെ 80-ാമത്തെ വചനം, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, പടച്ചവനെ ഏറ്റവും നല്ല ഒരു പ്രവേശനം എനിക്ക് നൽകണമേ,
വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, ഏറ്റവും നല്ല സുരക്ഷിതമായ ഒരു പുറപ്പാട് എനിക്ക് നൽകണമേ. വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്റെ അടുക്കൽ നിന്നുള്ള സഹായം ഒരു അധികാര രൂപത്തിൽ എനിക്ക് നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. എൻ്റെ പുറപ്പെടുന്നതും ഞാൻ എത്തിച്ചേരുന്നതുമായ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് നീ സുരക്ഷയും സമാധാനവും നൽകണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ മണ്ണ് വാരി എറിഞ്ഞപ്പോ അവിടെ കണ്ണിലും ശരീരത്തിലുമെല്ലാം ആ മണ്ണ് ചെന്ന് പതിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. പ്രവാചകനെ കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ നേരെ ശത്രുക്കൾക്ക് പ്രവാചകനെ കാണുവാൻ സാധിച്ചില്ല. നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് നടന്നു പോകുന്നത്. പോകുന്ന സമയത്ത് എതിർ ദിശയിൽ ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സഞ്ചരിച്ച് അവിടെ എത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയും അസ്മാ റളിയല്ലാഹു തആല അൻഹയും അവർക്ക് യാത്രക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമെല്ലാം റെഡിയാക്കി അതെല്ലാം കെട്ടിവെക്കുന്ന രൂപത്തിൽ അവർ തയ്യാറായി നിൽക്കുകയാണ്. ആ ഭക്ഷണം കെട്ടിയപ്പോ അതിൻ്റെ ഒരു ഭക്ഷണത്തെ പൊതി കെട്ടുവാനുള്ള കയറില്ല. ആ സമയത്താണ് അസ്മാ ബീബി തൻ്റെ അരപ്പെട്ട വസ്ത്രത്തിന്റെ അരയിലൊടുക്കുന്ന ഭാഗം അത് കീറുകയും എന്നിട്ട് ഭക്ഷണത്തിന്റെ മുകൾ ഭാഗം കെട്ടുകയും ചെയ്തത്. അതുകൊണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഫബിദാലിക സുമ്മിയത്ത് ദാത്തുൻ നിതാഖൈൻ, ഇരട്ട പട്ടക്കാരി എന്ന പേരിലാണ്. അങ്ങനെയുള്ള ഒരു അപരനാമത്തിലാണ് അസ്മാ ബീബി റളിയല്ലാഹു തആല അറിയപ്പെടുന്നത്. അങ്ങനെ വീടിന്റെ പുറകു വശത്തിലൂടെ അവർ പുറത്തിറങ്ങുകയാണ്, മുന്നിലൂടെയല്ല. ആ യാത്രയിൽ അവർ ഈ സമയത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം പ്രവാചകനെ അന്വേഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ വീടിന്റെ പുറകു വശത്തിലൂടെ രണ്ടുപേരും പുറത്തേക്കിറങ്ങി. അങ്ങനെ സാധാരണ അവർക്ക് പുറപ്പെടേണ്ട യഥിരിബിന്റെ ഭാഗത്തിലേക്കല്ല, മറുഭാഗത്തിലേക്ക് അവർ സഞ്ചരിക്കുകയാണ്. അതെല്ലാം അതിന്റെ പ്ലാനിങ്ങിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. പോകുന്ന സമയത്ത് കഴിഞ്ഞ ഖുതുബയിലും നാം സൂചിപ്പിച്ചതുപോലെ ആ നാടിനോടുള്ള സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നാട് വിട്ട് പോവുകയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ആർക്കും ജനിച്ചു വളർന്നിട്ടുള്ള നാടിനോട് മുറിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ബന്ധമുണ്ടാകും. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഈ സമയത്താണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ. നേരത്തെ നബിയുമായി അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ കണ്ട ആ മനുഷ്യൻ ഇവർ പ്രവാചകന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ കുറെ ആളുകളെ അവിടെ കാണുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നവരോട് ചോദിച്ചു. മാ തന്തളിറൂന ആഹുന, നിങ്ങൾ എന്താണ് ഇവിടെ കാത്തു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, മുഹമ്മദ് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങും, ആ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, മുഹമ്മദിനെ ഞാനിതാ ഇപ്പൊ അവിടെ വെച്ചുകൊണ്ട് കണ്ടിട്ടേയുള്ളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കയറുന്നുണ്ട്, ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് വിശ്വാസം വരാതെ അവർ വീട്ടിൽ കയറുന്നത്. തിരയുകയാണ്. തിരയുന്ന സമയത്ത് പറഞ്ഞതുപോലെ നബി അവിടെ ഇല്ല. അലി റളിയല്ലാഹു അൻഹു ആണ് ഉള്ളത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഒരു ഉത്തരവും കിട്ടുന്നില്ല, എവിടെ പോയി എന്ന്. ഒരുപാട് മർദ്ദിച്ചു, വലിച്ചഴച്ച് കൊണ്ടുപോയി കഅബയുടെ അടുക്കൽ കൊണ്ടുപോയി കെട്ടിയിട്ടു അലി റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ അവിടെ നിന്ന് അവർ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു പരക്കം പാച്ചിലാണ്. പിന്നീട് അവിടെയാണ് 100 ചുവന്ന ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിക്കുന്നത്. മുഹമ്മദിനെയും അബൂബക്കറിനെയും കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്യുന്ന ആളുകൾക്ക് 100 ചുവന്ന ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു BMW കാറ് ലഭിക്കുന്നതിനേക്കാൾ അവർക്ക് വലിയതായിരുന്നു ഒരു ഒട്ടകത്തെ, അതുതന്നെ ചുവന്ന ഒട്ടകത്തെ ലഭിക്കുക എന്നുള്ളത്. അത്രമാത്രം വില കൽപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള 100 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിക്കുകയാണ്. ഇത് കേട്ട മാത്രയിൽ നാട്ടിലുള്ള ആളുകൾ മുഴുവനും പുറത്തിറങ്ങുകയാണ്. കുണ്ടും കുഴിയും കുന്നും മലയും
എല്ലാം അരിച്ചു പെറുക്കുകയാണ്. എവിടെയാണ് മുഹമ്മദ് ഉള്ളത് എങ്കിൽ ആ മുഹമ്മദിനെ കണ്ടെത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ്, പരക്കം പാച്ചിലാണ് അവരോരോരുത്തരും. എല്ലാവരും, അബൂജഹലും സംഘവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ മുഹമ്മദ് ഉണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അവിടെ എത്തി നോക്കിയപ്പോ ആ മുഹമ്മദിനെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. വീട്ടിലുണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോടും അസ്മാ റളിയല്ലാഹു തആല അൻഹയോടും എവിടെയെന്ന് ചോദിച്ചിട്ട് അവരും ഉത്തരം പറഞ്ഞില്ല. കയർത്ത് ദേഷ്യപ്പെട്ട് അബൂജഹൽ അസ്മാ ബീബിയെ അടിച്ചു. ചരിത്രത്തിൽ പറയുന്നു, അസ്മാ ബീബിയുടെ കാതിലുണ്ടായിരുന്ന ആഭരണം പോലും പൊട്ടിത്തെറിച്ചുപോയി എന്ന്. അത്രയും കനപ്പെട്ട ഒരു അടിയായിരുന്നു ആ അബൂജഹൽ അസ്മാ ബീബിയെ അടിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ, അദ്ദേഹം വൃദ്ധനായിട്ടുണ്ട്, പ്രായം ചെന്നിട്ടുണ്ട്. അബൂ ഖുഹാഫ വീട്ടിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് പ്രായം അങ്ങെത്തിയിട്ട് കാഴ്ച പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, അല്ല, നിങ്ങളൊക്കെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അബൂബക്കർ പോയല്ലേ എന്ന് ചോദിച്ചപ്പോ മക്കള് പറഞ്ഞു, ഇല്ലപ്പാ, അങ്ങനെ പോയിട്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, കല്ലായ അബത്തി ഇന്നഹു ഖദ് തറക്കലന ഖൈറൻ കസീറ, ഒരുപാട് നന്മകൾ ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പോയത്. അവരൊരു ശീലയിൽ കല്ലുകൾ പെറുക്കി അതിങ്ങനെ കുലുക്കി കാണിച്ചു കൊടുത്തു, കേൾപ്പിച്ചു കൊടുത്തു. വാപ്പാക്ക് കാണൂലല്ലോ, കാഴ്ചശക്തിയില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായത് ഉപേക്ഷിച്ചു കൊണ്ടാണ് വാപ്പ പോയത് എന്നറിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ വെച്ചിട്ടാണല്ലോ പോയത് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അവർ പരതുകയാണ്. ആ പരതുന്നതിന്റെ കൂട്ടത്തിൽ അന്ന് കാലടികളെ നോക്കിക്കൊണ്ട് അതിനെ ട്രേസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള ആളുകൾ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. മൃഗങ്ങളാണോ മനുഷ്യരാണോ എവിടേക്കാണ് പോയത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അവരെ വരെ ഈ ആളുകൾ പ്രയോജനപ്പെടുത്തി മുഹമ്മദ് എവിടെയാണ്, അബൂബക്കർ എവിടെയാണ് എന്നറിയുവാൻ വേണ്ടി. ആ സമയമായപ്പോഴേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗർ ഗുഹയിലെത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ പറയുന്നു, ആ യാത്രയുടെ തുടക്കത്തിലും ഇവിടം തൊട്ട് അങ്ങോട്ട് ആ സൗർ ഗുഹയിലെത്തിയപ്പോഴും അവിടെ നിന്ന് അങ്ങോട്ടോ യസ്രിബിലേക്കുള്ള യാത്രയിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയെ പിന്തുടരുന്ന ആ പിന്തുടർച്ചയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്റെ ഇടതുഭാഗത്തുണ്ട്, പ്രവാചകന്റെ വലതുഭാഗത്തുണ്ട്, പ്രവാചകന്റെ മുന്നിലും പിന്നിലുമുണ്ട്. എല്ലായിടത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കാരണം ഏത് ഭാഗത്ത് നിന്ന് എന്തൊരാക്രമണം ഉണ്ടായിരുന്നാലും അതെനിക്ക് തടുക്കണം. അള്ളാന്റെ റസൂലിന് ഒന്നും പറ്റാൻ പാടില്ല. ആ രൂപത്തിലാണ് പ്രവാചകനെ സൗർ ഗുഹയിലേക്ക് അങ്ങോട്ട് കയറാൻ, നമുക്കറിയാലോ, ഹിറാ ഗുഹയേക്കാൾ ഉയർന്ന സ്ഥലത്താണ് സൗർ ഗുഹയുള്ളത്. അങ്ങോട്ട് കയറാൻ കഴിയാത്തതിന്റെ അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാന ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താങ്ങി എടുത്തുകൊണ്ടാണ് ആ ഗുഹയിലേക്ക് കയറുന്നത്. അങ്ങനെ ആ ഗുഹയിലെത്തി 3 ദിവസം ഇവരെ ഈ തെരച്ചിലെല്ലാം ഒന്ന് അടങ്ങാൻ വേണ്ടി 3 ദിവസം ആ ഗുഹയിലാണ്. മക്കയിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെയാണ് ഈ സൗർ ഗുഹ എന്ന് പറയുന്നത്. ആ ഗുഹയിലാണ് ഇപ്പോൾ അവർ എത്തിപ്പെട്ടിരിക്കുന്നത്. കൂരാക്കൂരിരുട്ടാണ്, രാത്രിയിലാണ് പോയത്, കൂരാക്കൂരിരുട്ടാണ്. ആ ഗുഹയുടെ ഉള്ളിലേക്ക് വല്ല അപകടങ്ങളും ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി. നമുക്കറിയാം, അവിടെ കുറെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ദ്വാരങ്ങൾ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അടച്ചു എന്നും, പിന്നീട് ഒരു ദ്വാരം വിരൽ ഉപയോഗിച്ച് അടച്ചു എന്നും, അവിടെ നിന്ന് സർപ്പം കൊത്തി എന്നൊക്കെ. അത് കൃത്യമായ ഒരു ചരിത്രപരമായി സ്വഹീഹായി കൃത്യമായി അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. ആ രൂപത്തിലൊക്കെ ഉണ്ടായി. 3 ദിവസം ആ സൗർ ഗുഹയിൽ അവർ കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയത്ത് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്.
നമ്മൾ ആലോചിക്കണം. ആ അസ്മാ ബീബിയാകട്ടെ ആ സമയത്ത് ഗർഭിണിയും കൂടിയാണ്. പിന്നീട് അവർ ഹിജ്റ പോയ സമയത്ത് മദീനയിൽ ആദ്യം പിറക്കുന്ന കുട്ടി, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം പിറക്കുന്ന കുട്ടി അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. അഥവാ അസ്മാ ബീബി പ്രസവിക്കുന്ന കുട്ടിയാണ്. ഗർഭിണി കൂടിയായ അസ്മാ ബീബി അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബീ ബക്കർ മക്കയിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഒരു ന്യൂസ് റിപ്പോർട്ടർ പോലെ അവർക്ക് സൗർ ഗുഹയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിതനാക്കിയിട്ടുള്ള ഒരു അടിമയായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ആടിനെയും മേച്ചുകൊണ്ടിങ്ങനെ നടന്നിട്ട് അവരുടെ കാൽപാദങ്ങളെ ഇവർ ഭക്ഷണം കൊണ്ടുവരുന്നതും അബ്ദുല്ലാഹിബ്നു അബീ ബക്കർ ഈ ഗുഹയിലേക്ക് വരുന്നതും പോകുന്നതും ഈ കാലടികളെയൊക്കെ മായ്ച്ചു കളയുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ പ്ലാനിങ്ങിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അങ്ങനെയെല്ലാം അവിടെ അവർ വേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഈ അന്വേഷണ സംഘം അഥവാ മക്കയിലുള്ള മുശ്രിക്കുകൾ ഈ പറഞ്ഞ സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലടികളെ ട്രേസ് ചെയ്തുകൊണ്ട് അവർ ഈ സൗർ ഗുഹയുടെ അടുക്കലും എത്തുകയാണ്. അവർ പറഞ്ഞു ഇവിടെ വരെ അവരെത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങോട്ട് പോയി എന്നറിയില്ല, വഴികൾ കാണുന്നില്ല, തുടർന്നങ്ങോട്ടൊരു വഴിയുമില്ല. അങ്ങനെ അവർ അവിടെ ഒരുപാട് പരതി. ആ സമയത്താണ് നാം കേട്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വല്ലാഹി യാ റസൂലല്ലാഹ് ലൗ നളറ അഹദഹും അസ്ഫലന അലൈഹി ലഅബ്സർനാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരെങ്ങാനും ഒന്ന് താഴോട്ട് നോക്കിയാൽ നമ്മെ ഇവിടെ അവർ കാണൂലേ പ്രവാചകരെ എന്ന് ദുഃഖത്തോടുകൂടി, പ്രയാസത്തോടുകൂടി, പേടിയോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി, യാ അബൂബക്കർ മാ വന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, രണ്ടാളെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ? മൂന്നാമതായി അള്ളാഹു അവരെ കൂടെയുള്ള രണ്ടാളെപ്പറ്റി എന്റെ അഭിപ്രായം എന്താ? അഥവാ പടച്ചോൻ നമ്മളെ കൈവിടൂല, അവൻ നമുക്ക് വല്ല വഴിയും കാണിച്ചു തരാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ ആ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖറജഹു അല്ലദീന കഫറൂ എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനത്തിലൂടെ ആ സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ 3 ദിവസം ആ സൗർ ഗുഹയിൽ അവർ നിൽക്കുകയും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തീരുമാനിച്ചതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു അവിശ്വാസി, അഥവാ യഥരിബിലേക്കുള്ള എല്ലാ ഊടുവഴികളും വളരെ കൃത്യമായി അറിയുന്ന ഒരാളെ 3 ദിവസം കഴിഞ്ഞ് അവിടെ വരണം എന്ന് ചട്ടം കെട്ടിയിരുന്നു. 3-ാമത്തെ ദിവസം ഈ പറഞ്ഞ ആൾ അവിടെ എത്തുകയും തുടർന്നവർ യാത്ര തുടരുകയുമാണ്. ഇവിടെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസൂത്രണത്തിന്റെയും ത്യാഗത്തിന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സഹവാസത്തിന്റെയും എല്ലാം ഈ ചരിത്രങ്ങൾ ഇസ്ലാമിന്റെ ആ ചരിത്രങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഈമാനികമായി നമുക്ക് എപ്പോഴും നമ്മുടെ വളർച്ചയ്ക്ക് ഊർജം നിലനിൽക്കുവാൻ വേണ്ടി അത് നമ്മൾ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് വിശ്വാസ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മേഖലയെ നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതിഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് മുഹറം മാസമാണ്, നമുക്കറിയാം. മുഹറം മാസത്തിലല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്.
മുഹറം തൊട്ട് സ്വഹാബികൾ ഹിജറ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയത് സഫർ മാസത്തിലാണ്. നബി യസ്രിബിൽ എത്തിയിട്ടുള്ളത് റബിയുൽ അവ്വൽ മാസത്തിലാണ്. നമ്മളിപ്പോൾ ഹിജറയുമായി ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് ഒരു ഹിജറ വർഷം എന്ന ചരിത്ര പ്രാധാന്യം അതെത്രമാത്രമുണ്ട് എന്നും ആ ചരിത്രം എന്താണ് എന്നുമൊക്കെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്, ബനു ഇസ്രായേലിയുടെ ചരിത്രം. ആ ചരിത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് മുഹറം 10 ഒരു നോമ്പ് നോൽക്കാനും അതുപോലെ 9ാമത്തെ നോമ്പ് സുന്നത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്ന അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഈ മുഹറം മാസത്തിലെ മുഹറം 10 നോമ്പ് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത് വരെ അത് നിർബന്ധപൂർവം അവർ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. മക്ക ജീവിത കാലഘട്ടത്തിലും ഈ നോമ്പ് അവർ അനുഷ്ഠിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ്. അതിന് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു, ഒരു വർഷത്തെ മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഏറ്റവും സുന്നത്തായ രൂപത്തിൽ നാം അനുഷ്ഠിക്കേണ്ടുന്ന ഒരു നോമ്പാണ് മുഹറം 10 നോമ്പ്. ആശുറാ താശുആഉം പ്രവാചകൻ പറഞ്ഞ തിരുവചന പ്രകാരം സുന്നത്തായിട്ടുള്ള നോമ്പ് തന്നെയാണ്. ആ നോമ്പ് അനുഷ്ഠിക്കാൻ നാം തയ്യാറാവുക. അത് എന്നാണ് എന്നതൊന്നും നമുക്ക് വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം അത് പല രൂപത്തിൽ ആളുകൾ നമ്മൾ അറഫ നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ആ വിഷയത്തിലുണ്ട്. ആ നിലക്ക് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാന്റെ സൂര്യനും ചന്ദ്രനും അവൻ സൃഷ്ടിച്ചത് ഒരു നൂറ്റാണ്ടപ്പുറമുള്ളത് എപ്പോഴാണ് ഉദിക്കുക എന്നതൊക്കെ കൃത്യമായി ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് പറയാൻ കഴിയും. അത്രക്ക് കൃത്യമാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് പറയുന്ന ആയത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ വളരെ കൃത്യമാണ്. ഒരു സെക്കൻഡിന് പോലും മാറ്റമുണ്ടാവുകയില്ല. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് തീരുമാനമെടുത്ത് എന്നാണ് നോൽക്കേണ്ടത് എങ്കിൽ നാം ആ നോമ്പ് നോൽക്കാൻ തയ്യാറാവുക. ഏറെ പ്രാധാന്യം അർഹിക്കുന്ന സുന്നത്തായ നോമ്പാണ്. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, നമ്മൾ പല ആളുകളെയും കാണുന്ന സമയത്ത് ബഹുമാന്യരും പണ്ഡിതരും അള്ളാഹുവുമായി അടുത്ത ആളുകളുമൊക്കെയാണ് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളോട് നമ്മൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. ദുആ ഇരിക്കണം കേട്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടികൾ മുഖറബീങ്ങളായ മലായിക്കത്തുകളാണ്, അള്ളാന്റെ മലായിക്കത്തുകളാണ്. ആ മലക്കുകളോളം ഉത്കൃഷ്ടരായവർ വേറല്ല. പക്ഷെ നബി മനുഷ്യരെ അവരെക്കാൾ ഉയരത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാചിനേക്കാൾ അധപ്പതിക്കുന്ന വർഗവും മലക്കുകളെക്കാൾ ഉയരത്തിലെത്തുന്ന വർഗവും മനുഷ്യരാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നിലവിൽ ഏറ്റവും ഉത്കൃഷ്ടരായ വിഭാഗം മലക്കുകളാണ്. അവർ അള്ളാഹുവിന്റെ സമീപസ്ഥരാണ്. നമ്മളിലേക്കും മലക്കുകളെ അള്ളാഹു നിയോഗിക്കുന്നുണ്ട് പലപ്പോഴും. ഒരു ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ 2 മലക്കുകൾ നമ്മോടൊപ്പം ഉറക്കമുണരുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 2 മലക്കുകൾക്കും ഉള്ള ജോലി എന്ന് പറഞ്ഞത് നമുക്ക് വേണ്ടി ഒന്നുകിൽ നന്മക്ക്, ഒരു മലക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു മലക്ക് തിന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മലക്ക് നമ്മെ നന്നാവാൻ വേണ്ടി ദ്വാരക്കുന്നു. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കാണ്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട്. പടച്ചോൻ ഏത് രൂപത്തിൽ അത് സ്വീകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും തിന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും, അത് ഒരു മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ അഅ്തി മുൻഫികൻ ഖലഫൻ. ആ മലക്കിന് അന്ന് മുഴുവനുള്ള പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെയുള്ള പണിയതാ. അല്ലാഹുമ്മ അഅ്തി മുൻഫികൻ ഖലഫ. അള്ളാഹുവെ ചെലവഴിക്കുന്ന ആളുകൾക്ക്, ദാനം ചെയ്യുന്ന ആളുകൾക്ക്
സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്ന ആളുകൾക്ക് അള്ളാഹുവേ നീ പകരം നൽകണേ, പകരം നൽകണേ, പകരം നൽകണേ. കുറവ് വരുത്തരുത്, അവർക്ക് നഷ്ടം വരുത്തരുത്, അവർക്കൊരിക്കലും നശിച്ചു പോകരുത്. അവർക്ക് നീ അധികമായി ധാരാളമായി നൽകണേ. ദാനം ചെയ്യുന്ന, സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മലക്ക്. മറ്റേ മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫ, പടച്ചോനെ നീ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീ നാശം നൽകണേ എന്നാണ്. ഈ പ്രാർത്ഥനയിൽ ഏതു പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുക എന്ന് നാം ആലോചിക്കുക. ഇന്ന് സാധു സംരക്ഷണവുമായി ബന്ധപ്പെട്ട കളക്ഷനാണ് നമുക്ക് ജുമാക്ക് ശേഷം നടക്കുന്നത്. നമുക്ക് ഈ നന്മക്ക് വേണ്ടി, നമ്മുടെ ഉയർച്ചക്കും വളർച്ചക്കും പുരോഗതിക്കും നന്മക്കും ലാഭത്തിനും വേണ്ടി കിട്ടുന്ന മലക്കിന്റെ പ്രാർത്ഥന ലഭിക്കണോ, ആ നല്ല കാര്യത്തോട് നമ്മൾ സഹകരിക്കുക. അപ്പോ മുഖറബായ മലക്കിന്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവെ, ഈമാനോടുകൂടി ജീവിക്കുവാനും മരിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.